ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അടുത്ത് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ അവര് അകന്നാർന്ന് നിന്നിരുന്നതേ. എന്നാലും കാണുമല്ലോ എല്ലാ കഥകളിലും ഉള്ള പോലെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി. ധീരനായിരുന്നു എന്റെ മോൻ, പൗരുഷത്തിന്റെ പ്രതീകം. വിഷ്ണു എന്ന പേര് അവൻ അറിഞ്ഞിട്ടതുപോലെ തന്നെയായിരുന്നു എന്റെ പ്രവൃത്തികളും. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ. പക്ഷേ ജീവിതം മാത്രം എന്താണെന്നോ എങ്ങനെയാണെന്നോ അവൻ അറിഞ്ഞില്ല. ശാലിനി അവള് പഠിക്കാൻ മിടുക്കിയായിരുന്നു. ഒപ്പം നല്ലൊരു പാചകക്കാരിയും. ശാലിനിയുടെ അമ്മ ശാരദയുടെ കൈപുണ്യം അറിഞ്ഞു കിട്ടിയ ശാരദയുടെ പുണ്യം അതായിരുന്നു ശാലിനി. പക്ഷേ ആ ഇഷ്ടവും ആ സ്നേഹവും അവരെ രണ്ടുപേരെയും കൊണ്ട് എത്തിച്ചത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളിലേക്കായിരുന്നു. എല്ലാവർക്കും വിവാഹത്തിന്റെ ആദ്യ നാളുകളെന്ന് പറയുന്നത് സന്തോഷം നിറഞ്ഞായിരിക്കുമല്ലോ. പക്ഷേ എന്റെ മോൻ വിഷ്ണുവിന്റെ ജീവിതം അന്നു മുതൽ ഇന്ന് വരെ കണ്ണുനീരിന്റെ ഉപ്പ് രുചിച്ചാണ് അവന്റെ കുടുംബജീവിതം തള്ളി നീക്കിയത്. സ്വസ്ഥത അതെന്താണെന്ന് എന്റെ മോൻ അറിഞ്ഞിട്ടില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാ എന്റെ മോന് മാത്രം ഇങ്ങനൊരു ജീവിതം? ഇതിലും നല്ലത് അവനൊരു ജീവിതം ഇല്ലായിരിക്കുന്നത് തന്നെ. മോളുടെ പടമര മുടങ്ങിയല്ലേ? അതാ മോളെ, വിഷ്ണുവിന്റെ ജീവിതം പറഞ്ഞു തുടങ്ങിയ നമ്മൾ കരയും. പറയാതിരുന്നാലോ അത് മനസ്സിന്റെ അകത്തോട്ടിലിരുന്ന് വീങ്ങും. ഇന്നിപ്പോ അതെല്ലാം മോളായിട്ട് പുറത്തെടുത്തപ്പോ ഞാൻ എന്നെ തന്നെ അങ്ങ് മറന്നു. അതെ മോളെ, നമുക്ക് ഇനി പിന്നെ ദിവസം ഈ ചിത്രം പൂർത്തിയാക്കാം. അത് അധികം അങ്ങോട്ട് പോകണ്ട. പോയാൽ ചിലപ്പോ അത് പൂർത്തിയാക്കാൻ പറ്റിയെന്ന് വരില്ല. വിഷ്ണുവിന്റെ ജീവിതം അവനായിട്ട് തന്നെ നശിപ്പിച്ചതാ, അവന്റെ പിടിപ്പുകേട്. അങ്ങനെ ഞാൻ അവന്റെ കാര്യത്തിൽ പറയൂ. ഇനിയെങ്കിലും ഒരു നല്ല ജീവിതം എന്റെ കുഞ്ഞിനുണ്ടാവണം. അതുണ്ടാവും, ഉണ്ടാവും.